പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് കോഹിനൂറിലാണ്. KNRC അതിൻ്റെ മെറ്റലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നത്. അതേ സ്ഥലത്ത് തന്നെയാണ്. ഇതിപ്പോൾ പഠിക്കലാണ്. ഇപ്പോൾ റോഡ് കട്ട് ചെയ്തെടുത്ത് കണ്ടല്ലോ. നമ്മൾ ഈ റോഡ് പണിൻ്റെ ഒക്കെ തുടക്കത്തിൽ കുറേ വീഡിയോ ചെയ്തിരുന്നു. ഇവർ പഴയ റോഡിൻ്റെ ടാറിട്ട ഭാഗം ഇതുപോലൊരു മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കോഹിനൂർ കൊണ്ടുപോയിട്ട് കൂട്ടിയിടുന്നത്. അപ്പോൾ ഇന്ന് ആ ഭാഗത്ത് ആ പഴയ പൊളിച്ച് കൊണ്ടുവന്ന ടാറ് റീസൈക്കിൾ ചെയ്യുന്ന ഒരു വർക്ക് KNRC ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. തുടക്കത്തിലൊക്കെ KNRC താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന സർവീസ് റോഡുകൾക്ക് വേണ്ടിയിട്ട് ഈ പഴയ റോഡ് ഉപയോഗിച്ചിരുന്നു. എങ്കിലിതാ ഇപ്പം അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു അടിപൊളി സംഗതി കേട്ടോ. അപ്പോൾ അത് കാണാം നമുക്ക് എന്തൊക്കെയാണ് ഇവർ ആ പഴയ റോഡ് പൊളിച്ച പഴയ റോഡ് കൊണ്ട് ചെയ്യണത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചു തരാം. പിന്നീട് കോഹിനൂറിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ മെറ്റലൊക്കെ കൂട്ടിയിട്ട ഭാഗമാണ് കോഹിനൂർ 6 വരി കടന്നു പോകാനുള്ള ഭാഗം. കോഹിനൂർ ടൗണിൽ നിന്ന് നിലവിലെ റോഡിൻ്റെ പടിഞ്ഞാട്ട് മാറിയിട്ടാണ് പുതിയ റോഡ്. അതിൻ്റെ സർവീസ് റോഡിൻ്റെ സൈഡിൽ വരുന്ന ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് മുന്നോട്ട് നോക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓവർപാസിൽ നിന്ന് മണ്ണെടുത്ത് താഴ്ത്തി വരാനുള്ള ഭാഗമാണ് ഇതൊക്കെ. പിന്നീട് കോഹിനൂർ ഒരു റോഡ് മുറിച്ച് കടക്കാൻ സംവിധാനം വേണോ, ഓവർപാസോ അണ്ടർപാസോ വേണമെന്നുള്ള നിലയിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പഴയ റോഡ് പൊളിച്ചിട്ട് കൊണ്ടുവന്ന് കൂട്ടിയിട്ട ഭാഗം കേട്ടോ. പഴയ ടാറാണ്. ആ നമ്മൾ ഫസ്റ്റ് കണ്ട മെഷീൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണ ടാറാണ്. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് ഈ മെഷീനിലേക്ക് ഇടുകയാണ്. നാല് ഭാഗത്തേക്കായിട്ട് നാല് ബെൽറ്റുകളാണ് ഈ മെഷീനുള്ളത്. അപ്പോൾ ടാറും മെറ്റലും എല്ലാം കൂടിയ സാധനം ഇതിൽ കൊണ്ടുവന്ന് ഇട്ടാൽ 4 സൈസിലാണ് അത് പിന്നീട് ഇതിൽ നിന്ന് പുറത്തേക്ക് വരിക. വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ പോയൊരു ദിവസം ഈ സംഭവം അവിടെ കണ്ടിരുന്നു. അപ്പോൾ പിന്നീടിപ്പോൾ ഇവിടുത്തെ KNRCൻ്റെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അത് പല ഭാഗങ്ങളായിട്ട് പിന്നീട് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഫിറ്റ് ചെയ്തതാണെന്നാണ് അറിയിച്ചത്. ഈ മെറ്റലൊന്നും കണ്ടാൽ നമുക്ക് ഒരിക്കലും ഉപയോഗിച്ചതാണെന്നുള്ളതിനുള്ള ഒരടയാളം ഇതിമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ 4 ഭാഗമായിട്ടാണ് ഇതിൽ നിന്ന് ഇത് പുറത്തേക്ക് വരിക പറഞ്ഞല്ലോ. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഈ നൈസായിട്ടുള്ള ഈ മെറ്റലിൻ്റെ മുകളിലുള്ള ടാറിൻ്റെ ഭാഗം. ഇതാണ് ഇതിൽ ഏറ്റവും നൈസായിട്ടുള്ള സാധനം കേട്ടോ. അത് മാത്രം അതിൽ നിന്ന് വേർതിരിച്ചിട്ട് എടുത്തതാണ്. പിന്നീട് വരുന്നതാണ് നമ്മുടെ ബേബി ജെല്ലി, ചെറിയ മെറ്റലുണ്ടല്ലോ, അതാണ് രണ്ടാമത്തത്. ഒരിക്കൽ ഉപയോഗിച്ചതാണെന്നുള്ള ഒരു തെളിവും ഇതിമലൊന്നുമില്ല കേട്ടോ. അത്രയും ക്ലീനാണ് സാധനം. ചെറിയൊരു ബ്ലാക്ക് കളറുണ്ട് എന്നുള്ളൂ. പിന്നെ ഒന്ന് വരുന്നത് നമ്മുടെ സാധാരണ മെറ്റലാണ്. ഇതിൻ്റെയൊക്കെ കളറുണ്ടോ, നമ്മൾ ഫസ്റ്റ് കണ്ട ബ്ലാക്ക് കളർ പോലും ഇതിനില്ല. ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ടാവും, അത് പറഞ്ഞു തരാൻ അതിൻ്റെ അടിയിൽ ഇതേപോലെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അത് നമുക്കതിൻ്റെ പ്രവർത്തനം തുടങ്ങിയാൽ നോക്കാം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിലാവാത്തൊരു സാധനം ഉണ്ടല്ലോ, അടിയിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ്, അതാണിത് കേട്ടോ. ഇത് വലിയ പീസുകളുണ്ടല്ലോ, വലിയ ഇതിൽ ഈ മെഷീനിന് പൊടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പീസുകളാണ്. അത് വേറെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഇത് ഇവിടെ അതിൻ്റെ കൂട്ടം കാണാത്തത് കൊണ്ടാണ് ഫസ്റ്റ് മനസ്സിലാകാഞ്ഞത്. അങ്ങനെ വലിയ സൗണ്ടൊന്നും ഇല്ല കേട്ടോ. ഒരു അത്യാവശ്യത്തിന് നമുക്ക് അടുത്തേക്കൊക്കെ നിൽക്കാൻ പറ്റിയ സൗണ്ടുള്ളൂ. അതേപോലെ തന്നെ പൊടി തീരില്ല. മിനിയാന്ന് ക്രഷറിൻ്റെ വീഡിയോ എടുത്ത് എനിക്ക് ജലദോഷം പിടിച്ച് പൊടി അടിച്ചു കയറി. അവിടെയൊക്കെ സാധനം വരൽ തുടങ്ങി. നമ്മുടെ ഈ ഏറ്റവും ചെറിയ സാധനം വരേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല കേട്ടോ അപ്പോഴും. എത്തി. ഇത് മറ്റുള്ള കമ്പനീൻ്റെ സൈറ്റുകളിൽ ഈ ഐഡിയ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഉണ്ടാവാനാണ് സാധ്യത. കാരണം ഇത് ഈ ഒരു ലോഡ് മെറ്റൽ ഇതുപോലെ ചെയ്യുമ്പോൾ, ഇത്രയും ചിലവിൽ ചെയ്യുമ്പോൾ മെറ്റൽ വാങ്ങുകയാണോ അതല്ല ഇങ്ങനെ ചെയ്യുകയാണോ ലാഭം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ മെറ്റൽ വാങ്ങലാവും ലാഭം. എന്തായാലും ഇതൊക്കെ നല്ലൊരു കാര്യമാണ്. പ്രകൃതി വിഭവങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന രൂപത്തിൽ റീസൈക്കിൾ ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ. ഇതൊന്നും ഇപ്പോൾ ഒരു സാധാരണ റോഡ് പണി എടുക്കണ നമ്മുടെ നാട്ടിലെ ഒരു കോൺട്രാക്ടർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പം നല്ല ടെക്നോളജിയും നല്ല സംവിധാനങ്ങളുള്ള കമ്പനിക്ക് ഇനിയുള്ള കാലങ്ങളിൽ റോഡിൻ്റെ കോൺട്രാക്റ്റൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. ടെക്നോളജി ഉണ്ടെങ്കിലേ ലാഭമുള്ളൂ. റോഡ് പണി ആരംഭിക്കുന്ന സമയത്തൊക്കെ ഈ റോഡ് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോകൾ ഇടുമ്പോൾ പല ആളുകളും ചോദിച്ചിരുന്നു എന്താണിത് പിന്നീട് ചെയ്യാന്നുള്ളത്. അന്നൊക്കെ നമ്മൾ പറഞ്ഞ മറുപടി ഇത് സർവീസ് റോഡിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഉപകാരം മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ചെട്ടിയർമാട് ഭാഗത്ത് ഇതേപോലെ തന്നെ നമ്മുടെ ഓവർപാസിന് മണ്ണെടുത്ത് താഴ്ത്തുമല്ലോ. അപ്പോൾ 10 മീറ്ററൊക്കെ എത്തുമ്പോൾ കരിമ്പാറുണ്ടാവും, കരിങ്കല്ല്. അപ്പോൾ ആ കരിങ്കല്ല് ഒരു ചെറിയ ക്രഷർ യൂണിറ്റ് ഉപയോഗിച്ചിട്ട് KNRC മെറ്റലാക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. വീഡിയോ കാണാത്തവർ കാണുക. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോ ഇന്നലെ ഇട്ട വീഡിയോ, ആ വീഡിയോൻ്റെ ലിങ്കും ഞാൻ അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ രണ്ടും കാണാത്തവർ കാണുക സുഹൃത്തുക്കളെ. അപ്പോൾ പൊതുവേ ഇപ്പോൾ വീഡിയോക്കൊക്കെ വളരെ റീച്ച് കമ്മിയാണ്. എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.